നമസ്കാരം, ഞാൻ പോൾ കുര്യാക്കോസ്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാ ദിവസവും ഓരോ പുതിയ പരീക്ഷണങ്ങളാണ്. ഇന്നത്തെ പരീക്ഷണം കിച്ചണിലാകട്ടെ എന്ന് വിചാരിച്ചു. കിച്ചണിൽ ഒരു ബീഫ് പെരളൻ, അതിനുള്ള ഒരു അറ്റംപ്റ്റാണ്. നല്ല ഫ്രഷ് ബീഫ് വാങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ല വെള്ളത്തിൽ 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കുക. നമ്മൾ ഭംഗിയായിട്ട് കഴുകി വാരിയ ബീഫ്, ഇതിപ്പോൾ ഒരു 1.5 കിലോ ബീഫുണ്ട്. അതിനുശേഷം വെള്ളം എല്ലാം വാർന്ന് റെഡിയായിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ഇടേണ്ട ചേരുവകൾ, ഇത് ഉള്ളി, ഒരു 400 ഗ്രാം ഉള്ളിയുണ്ട്, ചെറുതായിട്ടായിരിക്കും. പിന്നെ ഇത് വെളുത്തുള്ളി, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഇത് രണ്ടുമാണ് ഈ കാണുന്നത്. തേങ്ങാക്കൊത്ത്, ഒരു അര തേങ്ങയ്ക്കുള്ള കൊത്ത്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കി അതിൻ്റെ ആ പച്ചപ്പ് മാറിയ മിക്സ്, ഒരു 3 വത്തൽമുളക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആദ്യം പറഞ്ഞു. ഇതെല്ലാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി വേണം. ഇത്രയും മിക്സ് നമ്മൾ ഒന്നിച്ച് ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം ഭംഗിയായിട്ട്. അപ്പോൾ ആദ്യം ഉള്ളി ഇതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ആ മിക്സ് ചേർക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്ത്, ഇതെല്ലാം കൂടി ഭംഗിയായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി, നമ്മൾ ചൂടാക്കി ഇതിൻ്റെ പച്ചപ്പ് കളഞ്ഞ മുളക് പൊടി മല്ലിപ്പൊടി മിക്സ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്. ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊരു 3 സ്പൂണെങ്കിലും ഒഴിക്കണം. ഇത് നമുക്ക് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. കഴിവതും കറിവേപ്പില ഫ്രഷ് ആയാൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ മിക്സ് ഏകദേശം കറക്റ്റായി. ഉപ്പ് ചേർന്നൊന്ന് സാമ്പിൾ ഇതിനകത്തുള്ള ഒരു കഷ്ണം ഒന്ന് നോക്കിയാൽ നമുക്ക് കുറവുണ്ടെന്ന് തോന്നിയ ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം ഒരു
15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കണോ നല്ലതാണ്. ആ 15 മിനിറ്റ് വെക്കുന്നതിന് മുമ്പ് കുക്കറിലേക്ക് ഈ സാധനം ട്രാൻസ്ഫർ ചെയ്യും. അര ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇരിക്കാനായിട്ട് നമുക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നു കഴിയുമ്പോഴേക്കും ഏകദേശം വേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 3 വിസിൽ വന്നു. ഇപ്പോൾ ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളതൊരു വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി പറ്റിച്ചെടുക്കുക.